السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു ആ മഹാസൗഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ. അറബി മാസത്തിലെ ഹിജ്റ വർഷത്തിലെ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ സാധാരണയായി ചരിത്രകാരന്മാർ എണ്ണാറുള്ള ഒരു സംഭവമാണ് നമുക്കൊക്കെ സുപരിചിതമായ ഇസ്രാഉം മിഅ്റാജും. എന്താണ് ഇസ്രാ, എന്താണ് മിഅ്റാജ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇസ്രാഇൻ്റെ രൂപവും മിഅ്റാജിൻ്റെ രൂപവും തെളിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ എന്താണ് ഇസ്രായിൽ നിന്നും മിഅ്റാജിൽ നിന്നും നമുക്കുള്ള ഗുണപാഠം? അതാണ് നാം മനസ്സിലാക്കേണ്ട വിഷയം. അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എല്ലാ സമയങ്ങളിലും ഉണ്ടാകേണ്ട ഒന്നാണ്. അതിലൊന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര നടത്തുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസിനൊരു സവിശേഷതയുണ്ട്. അനേകം പ്രവാചകന്മാർ യാത്ര പോയ ഒരു സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടി ആ ഗണത്തിൽ ഉൾപ്പെടേണ്ടതുണ്ട്. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എന്തിന് എന്ന് ചോദിച്ചാൽ, ഉമ്മത്തുൽ മുഹമ്മദിയയും മുഹമ്മദ് നബിയുടെ സമൂഹവും അതിനു മുമ്പ് വന്ന സമൂഹവും തമ്മിൽ ബന്ധമുണ്ട്. ഇബ്രാഹിം നബിയുടെ സമൂഹമായാലും മൂസാ നബിയുടെ സമൂഹമായാലും മുഹമ്മദ് നബിയുടെ സമൂഹവുമായി അവർക്കുള്ള ബന്ധം ആദർശബന്ധം. ആ ആദർശബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു യാത്ര തീർച്ചയായും അനിവാര്യമായിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദരിക്കപ്പെടുന്ന ഒരു ഗേഹമാണ്. മൂന്നാമത്തെ ആദരിക്കപ്പെടുന്ന ഗേഹമാണ് ബൈത്തുൽ മുഖദ്ദസ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സമൂഹത്തേക്കാൾ മുഹമ്മദ് നബിയുടെ സമൂഹമാണ് ആ ആദരവിൽ ഏറ്റവും അർഹതയുള്ള ആളുകൾ. മറ്റൊരുപാട് പ്രവാചകന്മാർ ആ സ്ഥലത്തേക്ക് ഹിജ്റ പോയിട്ടുണ്ടെങ്കിലും മറ്റുള്ള പ്രവാചകന്മാരെക്കാളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്, നബിയുടെ ഉമ്മത്തിനാണ് യഥാർത്ഥത്തിൽ ആ ആദരവ് കൂടുതൽ മനസ്സിലാകേണ്ടതും. നമുക്കറിയാം, ഈ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ശരീഅത്തിൽ നിന്ന് എപ്പോൾ നാം പിന്നോക്കം പോയോ അപ്പോഴാണ് നമുക്ക് ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടത്. ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെടാനുള്ള പ്രധാന ഹേതു അത് തന്നെയാണ്. പക്ഷേ ഒരു സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചു, ലാ തഖൂമുസ്സാഅ ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്. മുസ്ലിമീങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുന്ന ഒരു ഘട്ടം വരും, എന്നിട്ടേ ഖിയാമത്ത് നാൾ സംഭവിക്കൂ. ലോകം അവസാനിക്കൂല. അല്ലാതെ മുസ്ലിങ്ങളും ജൂതന്മാരുമായി കടുത്ത ഒരു യുദ്ധമുണ്ടാകും. എന്നിട്ട് ഹത്താ യഖ്തബി അൽ യഹൂദിയു മിൻ വറാഇൽ ഹജരി വശജരി, കല്ലുകളുടെയും മരങ്ങളുടെയും പിന്നിൽ ജൂതൻ ഒളിക്കുന്ന ഒരവസ്ഥ വരും. അത്രമാത്രം ജൂതൻ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും. ഇന്ന് ജൂതനാണ് ലോക സമൂഹത്തിൽ ഏറ്റവും വലിയ മുന്തിയ സാധനം. നമുക്കറിയാം, അത് വളരെ ന്യൂനപക്ഷമാണെങ്കിലും അവരാണ് ലോകത്തെ ഏറ്റവും ഉന്നതന്മാരായി വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജൂതന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരവസ്ഥ വരും. സകല കല്ലിൻ്റെയും വൃക്ഷത്തിൻ്റെയും പിന്നിൽ പോയി ജൂതൻ ഒളിക്കും. ഫയഖൂലുൽ ഹജറു വശജറു ഫയഖൂലുൽ ഹജറു അവിശജറു യാ മുസ്ലിം യാ അബ്ദല്ലാഹ് ഹാദാ യഹൂദിയുൻ ഖൽഫി ഫതആല ഫഖ്തുൽഹു. അപ്പോൾ കല്ല് സംസാരിക്കും, വൃക്ഷങ്ങൾ സംസാരിക്കും. കല്ല് വിളിച്ചു പറയും, അല്ലയോ മുസ്ലിമേ, ഇതാ എൻ്റെ പിന്നിലൊരു യഹൂദി, തആല ഫഖ്തുൽഹു, വാ അവനെ കൊല്ല് എന്ന് പറയും. വൃക്ഷം വിളിച്ചു പറയും, മരങ്ങൾ വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ, ഒരു വൃക്ഷത്തെ നബി അതിൽ നിന്ന് ഒഴിവാക്കി, ഗർഖദ് വൃക്ഷം ഒഴികെ. ആ ഗർഖദ് വൃക്ഷം ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്, അത് ജൂതന്മാർ നട്ടു വളർത്തിയ ഒരു വൃക്ഷമാണ്. അതൊഴികെയുള്ള എല്ലാ വൃക്ഷവും അള്ളാഹുവിൻ്റെ ഹിദായത്തിനെ ഉൾക്കൊണ്ടിട്ടുള്ള, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ വൃക്ഷവും, എല്ലാ കല്ലുകളും വിളിച്ചു പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോൾ യഥാർത്ഥത്തിൽ ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് നഷ്ടപ്പെട്ടത്, ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ആശയം, ആ ആദർശത്തെ നാം അവഗണിച്ചപ്പോഴാണ്. എപ്പോൾ ആ ആദർശത്തിലേക്ക് നാം തിരിച്ചു വരുന്നുവോ അപ്പോൾ അള്ളാഹു ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് നൽകി ആദരിക്കും. അത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ മാത്രം വിഷയമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിഷയത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠം അതാണ്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലുന്തോറും അള്ളാഹുവിൻ്റെ കോപം നമുക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയായിരിക്കും. ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ അത് നഷ്ടപ്പെട്ടത്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. അതാണ് ഈ ഇസ്രാഇനെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര നടത്തൽ ഒരു അടിസ്ഥാനപരമായി മുഴുവൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ സമൂഹങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ഒരു രേഖയാണ്, ഒരു ബന്ധമാണത് തെളിയിക്കുന്നത്. നമ്മളും മൂസാ നബിയുടെ സമൂഹവും നമ്മളും ഇബ്രാഹിം നബിയുടെ സമൂഹവും നമ്മളും ഈസാ നബിയുടെ സമൂഹവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അത് ആദർശത്തിൻ്റെ ബന്ധമാണ്. ആ ബന്ധത്തെയാണ് അത് തെളിയിക്കുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം ഇസ്രാ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ സാധാരണ സഞ്ചാരമല്ല. അസ്ര എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയിലെ യാത്രയാണ്. രാത്രിയിലെ യാത്രയ്ക്ക് എന്ത് പറയൂ? അസ്ര എന്ന് പറയും. സുബ്ഹാനല്ലദീ അസ്ര എന്നാണല്ലോ. ഇസ്രാ എന്നാണ് ഇതിൻ്റെ പേര്. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ യാത്ര എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട് ഇസ്രാഇനെക്കുറിച്ച് പറയുന്നിടത്ത്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര രാത്രിയായി എന്ന്. ലിഅന്നഹു സമനുൻ യഅനസു ഫീഹിൽ മുസ്ലിമു ബില്ലാഹ്. ഒരു മുസ്ലിം അള്ളാഹുവുമായി അവൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ അടുക്കുന്ന, അവന് ഒരു അള്ളാഹുവിനോട് കൂടുതലൊരു ഇമ്പം തോന്നുന്ന
ഒരു ഈനാസ് തോന്നുന്ന, ഒരു ഇണക്കം തോന്നുന്ന അവസരമാണ് യഥാർത്ഥത്തിൽ രാത്രി എന്ന് പറയുന്നത്. മുൻഖത്യാൻ അനി ദുനിയ വശവായിലിഹ, രാത്രിയെക്കുറിച്ച് നമുക്കറിയാം. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അള്ളാഹു രാത്രിയും പകലും എന്തിന് സൃഷ്ടിച്ചു എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വജഅൽന നഹാറ മആശ, പകൽ സമയം അവൻ ഉപജീവനത്തിന് വേണ്ടി തെണ്ടാനും തേടാനുമുള്ളതാണ്, അധ്വാനിക്കാനുള്ളതാണ്. രാത്രിയാകട്ടെ അതവന് ലിബാസ, വജഅൽന ലൈല ലിബാസ, രാത്രി അവന് വിശ്രമിക്കാനുള്ളതാണ്, പുതച്ചു മൂടി ഉറങ്ങാനുള്ളതാണ്, സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ളത്, സമാധാനത്തിന് വേണ്ടിയുള്ള. അപ്പോൾ ദുനിയാവിൻ്റെ ശുഗലുകളിൽ നിന്ന്, ദുനിയാവിലെ വ്യാപൃതമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്തെയാണ് രാത്രി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാത്രി യാത്രയാക്കിയത് ഇസ്രാ യഥാർത്ഥത്തിൽ. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ തീരുമാനമാണ്. രാത്രിയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയെക്കുറിച്ച് അള്ളാഹു ഞാൻ ഓതി വെച്ച സൂറത്തു ഇസ്രായിലെ 1-ാമത്തെ വചനത്തിൽ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഒരു സിഫത്ത് പറഞ്ഞു. ആ സിഫത്താണ് ലോകത്ത് ഒരു സൃഷ്ടാവിൽ നിന്ന് ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ സിഫത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണല്ലോ പറയുന്നത്. നബിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ആദരിക്കപ്പെടേണ്ട 1-ാമത്തെ മനുഷ്യൻ. അള്ളാഹുവും അങ്ങനെയാണ് ആദരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ആദരിക്കപ്പെടേണ്ട 1-ാമത്തെ വ്യക്തി അതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ആദരിക്കപ്പെടുന്നിടത്ത് നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ സിഫത്താണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കേണ്ട സിഫത്ത്. അതേതാ? സുബ്ഹാനല്ലദീ അസ്റാ ബി മുഹമ്മദ് എന്നല്ല, ബി റസൂലിഹി എന്നല്ല, ബി നബിയിഹി എന്നല്ല, ബി ഹബീബിഹി എന്നല്ല, ബി ഖലീലിഹി എന്നല്ല. അതൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ വീക്ഷണത്തിൽ ഇവിടെ അള്ളാഹു പറഞ്ഞ അബ്ദിഹി എന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല പദമാണ് നമുക്കൊക്കെ ഫീൽ ചെയ്യാം, അല്ലേ? നമ്മളാലോചിച്ച് നോക്കൂ. ബി നബിയിഹി എന്ന് പറഞ്ഞാൽ അബ്ദിഹി എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു ബഹുമാനമുണ്ടല്ലോ. റസൂലിഹി എന്ന് പറഞ്ഞാൽ അബ്ദിഹി എന്ന് പറയുന്നതിനേക്കാൾ ഒരു ബഹുമാനമുണ്ടല്ലോ. ഹബീബിഹി എന്ന് പറഞ്ഞാൽ അബ്ദിഹി എന്ന് പറഞ്ഞതിനേക്കാൾ ബഹുമാനമുണ്ടല്ലോ. ആലോചിച്ച് നോക്കൂ. അങ്ങനെയൊക്കെ പറയാലോ. ഖലീലിഹി എന്ന് പറയാം, ഖലീലാണ് അള്ളാഹു, റസൂലുള്ള അള്ളാഹുവിൻ്റെ ഖലീലാണ്, അങ്ങനെ പറയാം. പക്ഷെ അതൊന്നും പറയാതെ അബ്ദിഹി എന്നാണ് പറഞ്ഞത്. നമ്മുടെ വീക്ഷണത്തിൽ ഒരു പക്ഷേ ഇതൊരു ബഹുമാനക്കുറവുള്ള വാചകമാകാം. പക്ഷേ ഒരു അടിമ, ഒരു മുസ്ലിം, അവൻ ആഗ്രഹിക്കേണ്ടത് ഉബൂദിയ്യത്തുള്ളയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലത്ത് മുഹമ്മദ് നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ സിഫത്ത് ബി അബ്ദിഹി, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അവൻ്റെ അബ്ദിനെ രാത്രി യാത്ര ചെയ്യിച്ച അള്ളാഹു, അവൻ പരിശുദ്ധനത്രേ. അബ്ദിഹി, ഇവിടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മറ്റു പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ഏറ്റവും ആദരവോടുകൂടി പറയേണ്ട സ്ഥലത്ത്, ഏറ്റവും വലിയ അവരുടെ സിഫത്തുകൾ പറഞ്ഞ സ്ഥലത്തൊക്കെ അള്ളാഹു ഉപയോഗിച്ചത് അബ്ദ് എന്നാണ്. മുഹമ്മദ് നബിയെ മാത്രമല്ല, അത് അള്ളാഹുവിൻ്റെ സ്നേഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദഅവത്തുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹി യദ്ഉ കാദു യകൂനൂന അലൈഹി ലിബദ, അബ്ദുല്ലാഹി ദഅവത്ത് ബന്ധപ്പെട്ട സ്ഥലത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അള്ളാഹു ഖുർആൻ ഇറക്കി കൊടുത്ത സ്ഥലത്ത് എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അന്തസ്സുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെ. ദഅവത്ത് അന്തസ്സുള്ളതാണ്. അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ ഖുർആൻ നബി തിരുമേനിക്ക് ഇറങ്ങി എന്നത് ഒരു അഭിമാനമാണ്. ആലോചിച്ച് നോക്കൂ. വഹി നൽകുന്നിടത്ത് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫഔഹ ഇലാ അബ്ദിഹി മാ ഔഹ. വഹി ഏറ്റവും വലിയ സംഭവമാണല്ലോ. ഹോട്ട്ലൈൻ ബന്ധമല്ലേ അള്ളാഹും നബിയും തമ്മിലുള്ള വലിയ സംഭവമല്ലേ. അവിടെ അബ്ദിഹി എന്നാണ് പറഞ്ഞത്. ഒരുപാട് സ്ഥലങ്ങളിൽ മുഴുവൻ പ്രവാചകന്മാരെക്കുറിച്ചും പറഞ്ഞത് വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനൽ മുർസലീൻ, നമ്മുടെ അടിമകളായ മുർസലുകൾ. അവിടെ നമ്മൾ ആഗ്രഹിക്കണം എന്താണ്? നമ്മുടെ ഇസ്സത്ത് അൻ തകൂന അബ്ദൻ ലില്ലാഹ്. അതാണ് വിഷയം.
അതാണ് വിഷയം. നമ്മുടെ ഇസ്സത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആര് അബ്ദാകുന്നതിലാണ്, ഗനിയാകുന്നതിലല്ല, സയ്യിദാകുന്നതിലല്ല, ഫഖീറാകുന്നതിലാണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാഹുമ്മ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അങ്ങനെ തന്നെ പറയണ്ടത്. അല്ലാഹുമ്മ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ. അള്ളാഹുവേ, നീ മുതലാളിയും ഞങ്ങൾ പാവങ്ങളുമാണ്. എന്തിഷ്ടമായിരിക്കും പറയാം അള്ളാഹുവിനത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. അല്ലാഹുമ്മ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക. നമുക്കറിയാം ആ പ്രാർത്ഥന ഏതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക എന്ന് പറയാനാണ്. അബ്ദുക, അബ്ദ് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്സത്തിൻ്റെ വാക്കായിരിക്കണം. അള്ളാഹുവിൻ്റെ അബ്ദാവുക എന്നതായിരിക്കണം അവൻ്റെ അഭിമാനം. മറ്റാരുടെയും അബ്ദല്ല, അടിമയല്ല, അള്ളാഹുവിൻ്റെ അടിമയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ശ്രദ്ധേയമായ ഈ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, ഈ സ്ഥലങ്ങളിലൊക്കെ കുറേ സ്ഥലങ്ങൾ പറഞ്ഞല്ലോ, വഹീൻ്റെ സ്ഥലത്ത്, ഖുർആനിൻ്റെ സ്ഥലത്ത്, ദഅവത്തിൻ്റെ സ്ഥലത്ത് ഒക്കെ നബിയെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും വലിയ ഒരു ഉന്നതമായ ആദരവിൻ്റെ സ്ഥലമാണ് ഇസ്രാഇൻ്റെ സ്ഥലം. അവിടെയും പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. നമ്മൾ ആഗ്രഹിക്കണം ഇസ്രാഇൻ്റെ കഥ നമ്മുടെ മനസ്സിലൂടെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹുവേ, എനിക്കും നിൻ്റെ അബ്ദാകണം. നമ്മൾ അല്ലാഹുമ്മ ഇന്നി അബ്ദുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതാകണം, വിനയമുള്ളവരാകണം. ഇന്നി അബ്ദുക. നമ്മളൊരാൾ മുമ്പിൽ അങ്ങനെ പറയൂല, ഞാൻ നിൻ്റെ അടിമയാണെന്ന് പറയുന്നത് നമുക്ക് കുറച്ചില്ല, മടിയാണ്, മോശമാണ്. പക്ഷേ അള്ളാഹുവിനോട് അങ്ങനെ പറയണം. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അതാണ് അള്ളാഹു ഈ സംഭവത്തിലൂടെ, ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിച്ച സംഗതി. നാലാമത്തെ വിഷയം, ഈ ഇസ്രായിൻ്റെയും മെഹ്റാജിൻ്റെയും ചരിത്രവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്. ചരിത്ര പണ്ഡിതന്മാരിൽ പ്രഗത്ഭനാണ്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചരിത്രം രേഖപ്പെടുത്തിയ പ്രഗത്ഭനാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം ഈ ഇസ്രായിനെക്കുറിച്ചും മിഅ്റാജിനെക്കുറിച്ചും 5 അഭിപ്രായങ്ങൾ പറയുന്നു. 5 അഭിപ്രായങ്ങൾ, ഒരഭിപ്രായമല്ല, 5 അഭിപ്രായങ്ങൾ പറയുന്നു. ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഇസ്രായിനെക്കുറിച്ചും മിഅ്റാജിനെക്കുറിച്ചും അദ്ദേഹത്തിന് 15 അഭിപ്രായങ്ങളുണ്ട്. ചരിത്രപരമായി അതെപ്പോൾ സംഭവിച്ചു, എന്ന് സംഭവിച്ചു എന്നതിന്. നമ്മളൊക്കെ വിചാരിച്ചു വച്ചത് റജബ് 27 സംഭവിച്ച ഒരു സംഗതിയാണത് എന്നാണ്. അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ ചരിത്രപരമായി യാതൊരു രേഖയുമില്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിക ചരിത്രകാരന്മാരിൽ പ്രമുഖന്മാരൊക്കെ തന്നെയും വ്യത്യസ്തമായ വീക്ഷണഗതികൾ ഈ വിഷയത്തിൽ പുലർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അതെന്തുകൊണ്ട്? ഇസ്ലാമിൽ അടിസ്ഥാനപരമായി ഒരു നിയമമുണ്ട്. ഖണ്ഡിതമായി പറയേണ്ട വിഷയങ്ങളെ ഇസ്ലാം ഖണ്ഡിതമായി പറയും. ചില വിഷയങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. നമസ്കാരങ്ങളുടെ റക്അത്തുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അത് ഖണ്ഡിതമാണ്. നമസ്കാരത്തിൻ്റെ സമയം ഖണ്ഡിതമാണ്. അതൊന്നും അറിയില്ല എന്നൊന്നും ആരും പറയില്ല. അല്ലെങ്കിൽ അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്ന് പറയില്ല. ളുഹറിൻ്റെ റക്അത്ത് 4 ആകാം 10 ആകാം എന്നാരും പറയൂല. ഖണ്ഡിതമാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മുസ്ലിമീങ്ങൾ ഖണ്ഡിതമായി മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളൊക്കെ കൃത്യമായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രാഉം മിഅ്റാജ്, ആ രാവ് എന്നാകുന്നു, അതിൻ്റെ പകൽ എന്നാകുന്നു എന്ന് മനസ്സിലാക്കുക എന്നത് ഇസ്ലാമികമായി ഒന്നുമല്ല. അതുകൊണ്ടാണ് ഖണ്ഡിതമാകാതെ പോയത്. അതുകൊണ്ടാണത് ഖണ്ഡിതമായി ആകാതെ പോയത്. ഇസ്രായിൻ്റെയും മിഅ്റാജിൻ്റെയും ദിവസമാണെന്ന് വിചാരിക്കുന്ന റജബ് 27 പകലിൽ നോമ്പനുഷ്ഠിക്കണമെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഡേറ്റോ ആ ചരിത്രമോ ഖണ്ഡിതമല്ല. അന്ന് രാത്രി പ്രത്യേകമായ ഒരു നമസ്കാരം നിർവഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഖണ്ഡിതമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റമദാൻ ഖണ്ഡിതമാണ്.
അതിനൊരു നിർബന്ധമായി അത് തുടങ്ങുന്നൊരു സമയമുണ്ട്, അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. നമുക്കറിയാം അതിൻ്റെ അവസ്ഥ. റമദാനിലെ നോമ്പ് ഖണ്ഡിതമാണ്. അത് ആരംഭിക്കുന്ന സമയമുണ്ട്, അവസാനിക്കുന്ന സമയമുണ്ട്, ഖണ്ഡിതമാണ്. എന്തുകൊണ്ട്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെ ഒരു കർമ്മം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ ദിവസം ഏതെന്ന് അള്ളാഹു നമുക്ക് ക്ലിപ്തമാക്കി പറഞ്ഞു തരണമായിരുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ട് പറഞ്ഞു തന്നില്ല എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിയമമാണ് ആദ്മു തഅയീൻ തഅയീനുൽ ആദം. എന്തുകൊണ്ട് തഅയീൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ, തഅയീൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തഅയീൻ ചെയ്തില്ല. അതിൽ ഒരു വിഷയമൊന്നുമില്ല. എന്നാണത് സംഭവിച്ചത് എന്നതിന് ഖണ്ഡിതമായി പറയുന്നതിൽ വലിയ ഒരു വിഷയമില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. എത്ര എന്ന് ചോദിച്ചാൽ, ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, വഅമ്മൽ ഇസ്റാ ഫഖീല കാന ഫീ റജബ്. അതാണ് അതിൻ്റെ വിഷയം. ഇസ്രായിനെക്കുറിച്ച് ഫഖീല പറയപ്പെടുന്നുണ്ട്, കാന ഫീ റജബ്, അത് റജബിലായിരുന്നു പറയപ്പെടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. എന്ന് മാത്രമല്ല, വദഅഫഹു ഗൈറു വാഹിദിൻ, ഒന്നിലധികം പണ്ഡിതന്മാർ അത് റജബിലാണ് എന്ന അഭിപ്രായത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ട് ഖണ്ഡിതമായില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഖണ്ഡിതമാകാതിരുന്നത്, അങ്ങനെ ഖണ്ഡിതമാക്കി മനസ്സിലാക്കേണ്ട പ്രത്യേകമായ എന്തെങ്കിലും കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ഒരു സംഗതിയല്ല അത് എന്നതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ചെറിയ ഒരു സംശയം ഉണ്ടാവും ഇത് പറയുമ്പം, ലൈലത്തുൽ ഖദർ ഖണ്ഡിതമല്ലല്ലോ എന്ന്. ലൈലത്തുൽ ഖദർ ഖണ്ഡിതമാണ്. ലൈലത്തുൽ ഖദർ ഖണ്ഡിതമാണ്. അത് അവസാനത്തെ 10 ഒറ്റ രാവിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തേ അതിൻ്റെ ദിവസം കൃത്യമാക്കാതിരുന്നത്? 27-ാം രാവിനാണ്, റമദാനിലെ 27-ാം രാവിനാണ്, അല്ലെങ്കിൽ 23-ാം രാവിനാണ്, അല്ലെങ്കിൽ 25-ാം രാവിനാണ് എന്ന് കൃത്യമായി പറയാതെ അവസാനത്തെ 10 ഒറ്റ രാവുകളാണ് ലൈലത്തുൽ ഖദർ എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് രാവുകളെന്ന് പറഞ്ഞത് ഇബാദത്തുകൾ ചെയ്ത് അടിമകൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം എന്ന അള്ളാഹുവിൻ്റെ ആഗ്രഹം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. അള്ളാഹുവിന് ആഗ്രഹമുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമുണ്ട് അങ്ങനെ ചെയ്യാൻ. അള്ളാഹുവിൻ്റെ അടിമകളെ അള്ളാഹു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല ഭംഗിയിലാണ്. നമ്മളെ കൊച്ചു കുട്ടികളെ നാം കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല വെൽ ഡ്രസ്ഡായി, നല്ല വൃത്തിയിലും ഭംഗിയിലുമാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ഭംഗി, വൃത്തി എന്ന് പറഞ്ഞാൽ അമലു സാലിഹത്തുകൾ. അള്ളാഹു നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് നല്ല ചൊറുക്കുള്ള ആളുകളായിട്ടാണ്. ചൊറുക്ക് അതാണ്, ഭംഗി അതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതല്ലാതെ ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഒരു സംശയം ആ വിഷയത്തിൽ തോന്നേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കുക. 6ാമത്തെ വിഷയം, നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ വിശ്വാസം ഇസ്രായിനെക്കുറിച്ചും മെഹറാജിനെക്കുറിച്ചുമുള്ളത് അത് രണ്ടും ജസദിയാണ്, നഫ്സിയല്ല എന്ന്. മുസ്ലിം സമൂഹത്തിനിടയിൽ ഇസ്രായിനെക്കുറിച്ചും മെഹറാജിനെക്കുറിച്ചും 2 അഭിപ്രായമുണ്ട്. അത് ശാരീരികമായിരുന്നുവോ അല്ല ആത്മീയമായിരുന്നുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ സമൂഹത്തിന് അത് അവിശ്വസനീയമായിരുന്നു. അത് നമുക്കറിയാം. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള ദൂരം എത്രയാണെന്ന്. ഒരു കാരണവശാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യന് ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ഫലസ്തീനിലെത്താനും ഫലസ്തീനിൽ നിന്ന് തിരിച്ച് മക്കയിലെത്താനും സാധ്യമേ അല്ല. അങ്ങനെ അല്ല എന്നതുകൊണ്ട് ചില ആളുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി ഫിസിക്കലായ ഒരു യാത്ര നടത്തിയിട്ടില്ല എന്നും, മറിച്ച് മെൻ്റലി റസൂലുള്ളാഹിക്ക് അത്തരത്തിലുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ് ചെയ്തത് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ശരിയല്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യാത്ര ഫിസിക്കലി ആയിരുന്നു. ഫിസിക്കലി ആയിരുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസമാകേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അതിനൊരുപാട് തെളിവുകളുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി
അവിടെ അസ്റാ ബി നഫ്സി അബ്ദിഹി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ബിറൂഹി അബ്ദിഹി എന്നല്ല പറഞ്ഞത്. അള്ളാഹു അവൻ്റെ അടിമയെ രാത്രി പാലായനം ചെയ്യിപ്പിച്ചു എന്ന് തന്നെ പറയുന്നു. യാത്ര ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അടിമയുടെ മനസ്സിനെ യാത്ര ചെയ്യിപ്പിച്ചു എന്നല്ല പറഞ്ഞത്. അടിമയുടെ ആത്മാവിനെ ഊരിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി എന്നല്ല പറഞ്ഞത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് ഫിസിക്കലിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നമുക്കറിയാം, ആ യാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത വാഹനത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ആത്മീയമാണെന്ന് പറയുന്നവർ പോലും ആ വാഹനത്തെ നിഷേധിക്കുന്നില്ല. ബുറാഖ് എന്ന ഒരു വാഹനത്തെക്കുറിച്ച് നബി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വഹിയ ദാബത്തുൻ ഫൗഖൽ ഹിമാരി വദൂനൽ ബഗൽ. അത് കഴുതയേക്കാൾ കുറച്ച് മികവുള്ളതും ബഗലിനേക്കാൾ കുതിരയേക്കാൾ കുറച്ച് താന്നതുമായ ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു പ്രത്യേക ജീവിയായിരുന്നു ബുറാഖ് എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷണങ്ങൾ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ റൂഹിയാണ്, ആത്മീയമായിരുന്നു ആ യാത്രയെങ്കിൽ, ഫിസിക്കലി അല്ല ആ യാത്രയെങ്കിൽ ഒരു വാഹനത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മളൊരു സ്വപ്നം കണ്ടാൽ എങ്ങനെയാണ് ഇവിടുന്ന് അമേരിക്കയിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ സ്വപ്നം കണ്ട് അവിടെ ഫീലിംഗ് ഒക്കെ ഉണ്ടായി അവിടെ, അപ്പോൾ നമ്മൾ ആ വാഹനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ലല്ലോ, ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഫിസിക്കലി ആയിരുന്നു. അങ്ങനെ തന്നെയാണ് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയായിരിക്കണം നമ്മുടെ വിശ്വാസവും. ഇനി അത്ഭുതകരമായ ഒരു കാര്യം കൂടി നാം അറിയണം. ഖുറൈശികളുടെ കൂട്ടത്തിൽ ഈ യാത്രയെ കളവാക്കിയവരുണ്ടായിരുന്നു. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയെ കളവാക്കിയത് അത് ആത്മീയമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല. അങ്ങനെയല്ല. നമ്മളൊരു കാര്യം ഈ വിഷയത്തിലൊക്കെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെക്കുറിച്ച് നമുക്കൊരു തസവ്വുർ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം, നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ചിത്രീകരണം അള്ളാഹുവിനെക്കുറിച്ച് നാം ഉണ്ടാക്കരുത്. അതിനപ്പുറമായിരിക്കണം. വകാന റബ്ബുക ഖദീറ. നിൻ്റെ റബ്ബ് ഇതിനൊക്കെ കഴിവുള്ളവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കഴിവെന്ന് വെച്ചാൽ എല്ലാ കഴിവിനേക്കാളും ഉന്നതമാണ്, മികച്ചതാണ്. നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന് ഒരു പക്ഷേ വിമാനമെന്ന യാത്രാ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആൾക്ക് കഴിവുണ്ടാവുകയില്ല, ഒരിക്കലും കഴിവുണ്ടാവുകയില്ല. ഇനിയിപ്പോൾ ഈ ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് വിമാനങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് സ്പീഡ് അവൻ്റെ ജീവിതത്തിന് അനിവാര്യമായ ഘടകമായിരിക്കുന്നു. സൂപ്പർ സോണിക് വിമാനങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരും ചർച്ചക്കനെ വരില്ലല്ലോ, കഴിഞ്ഞല്ലോ കഥ. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര നടത്തുക, തിരിച്ചു വരിക എന്നത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സാധിക്കാവുന്ന ഒന്നാകുന്ന ഒരു കാലഘട്ടം വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസം ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ ഫിസിക്കലായി തന്നെയാണ് കൊണ്ടുപോയത്. നമുക്കതിൽ യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അള്ളാഹു അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്കറിയാം, ദുഃഖപരവശനായി റസൂലുള്ളാഹി ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇസ്രാ സംഭവിക്കുന്നത്. അങ്ങേയറ്റത്തെ ആമുൽ ഹുസൻ, ദുഃഖവർഷമെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ, നബിയുടെ ജീവിതത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു വർഷമാണിത് സംഭവിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അമ്മുഹു, നബിയുടെ പിതൃവ്യൻ അബൂ താലിബ് മരിച്ചു. വലങ്കയ്യും ഇടങ്കയ്യും മുറിഞ്ഞുപോയി എന്നർത്ഥം. എല്ലാ തുണകളും നഷ്ടപ്പെട്ടു. സമൂഹത്തിൽ സഹായിക്കുമെന്ന് വിചാരിച്ചിരുന്ന കുടുംബക്കാർ മുഴുവൻ ഒറ്റപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിന്നനായി, ദുഃഖിതനായി, ഒറ്റയാനായി, വല്ലാതെ പ്രയാസപ്പെട്ട് ഉരുകി നിൽക്കുന്ന ഒരു സമയത്താണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. എന്തിന്? ലിനുരിയഹു മിൻ ആയാതിനാ. നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. മിൻ ആയാത്തിന, നമ്മുടെ ആയത്ത്, നമ്മൾ ആരാണ്, നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ യാത്രയിലൂടെ വല്ലാത്ത ഒരു പവറാണ് ലഭിച്ചത്. മറ്റെവിടെ നിന്നും കിട്ടാത്ത ഒരു ഊർജം നബിക്ക് കിട്ടി. 10 മടങ്ങ് നബി ശക്തനാവുകയാണ്.
ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ശക്തമായി നബിയെ ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്താൻ ആളുകൾ വന്നു. പക്ഷേ നബി കുലുങ്ങുക പോലും ചെയ്തില്ല. പലപ്പോഴും നബി പേടിച്ചു പോയിട്ടുണ്ട്, വിറച്ചു പോയിട്ടുണ്ട്, കുലുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ യാത്രയെക്കുറിച്ചുള്ള സംഭാഷണം നടത്താൻ വേണ്ടി പലരും കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുലുങ്ങിയില്ല. എന്താണത് കാണിക്കുന്നത്? നബി ഒരു ശക്തിയുള്ള ഊർജം ലഭിച്ചാണ് നബി തിരിച്ചു വന്നത്. ഭയങ്കര ഒരു ശക്തിയുള്ള ഊർജം. ആ ഊർജം അള്ളാഹു നൽകിയ പ്രത്യേകമായ പവറായിരുന്നു. ഈ യാത്രയിലൂടെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. നമുക്കറിയാലോ ആ ഇസ്രായിലും മേറാജിലും ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെയും. അവിടെ യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഒരു സമാധാനമായിരുന്നു, ഒരംഗീകാരമായിരുന്നു. നമ്മളവിടെ പഠിക്കേണ്ട ഒരു പാഠം, ഏതൊക്കെ ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു വിങ്ങൽ, ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒറ്റപ്പെടൽ, ഒരു ക്ലേശം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം അനുഭവപ്പെടുന്നുവോ അപ്പോഴെല്ലാം ഇസ്രാ സംഭവിക്കും, മേറാജ് സംഭവിക്കും. പക്ഷേ എന്തായിരിക്കണം? നമ്മൾ അള്ളാഹുമായുള്ള ബന്ധം ശക്തമായിരിക്കണം. ഇസ്രാവും മേറാജും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. അഥവാ അള്ളാഹുവിൻ്റെ സമാധാനം നമുക്കും കിട്ടും. അള്ളാഹ് നമ്മളെ സമാധാനിപ്പിക്കും, അള്ളാഹു നമ്മളെ ആശ്വസിപ്പിക്കും, അള്ളാഹു നമുക്ക് പ്രത്യേകമായ പവർ നൽകും, ഊർജം നൽകും. നമ്മൾ ചിലപ്പോൾ ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ തന്നെ എങ്ങനെയാണ് ഞാനതിനെ ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുക എന്ന് വിചാരിക്കുന്ന പല രംഗങ്ങളും വന്ന സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിന്നിട്ടില്ലേ? ആ പിടിച്ചുന്നത് അള്ളാഹുവിൻ്റെ സഹായമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇസ്രാവും മേറാജുമാണ് യഥാർത്ഥത്തിൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നാം പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏഴാമത്തെ പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഫ്ളലുൽ അംബിയ. അത് സ്ഥാപിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിലൂടെ ചെയ്തത്. നമുക്കറിയാം, ഇസ്രായിൻ്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംബിയാക്കന്മാർക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. ആരാണ് ഇമാമായി നിൽക്കുന്നത്? ആദമല്ല, ഇബ്രാഹിമല്ല, മൂസയല്ല, ഈസയല്ല, മുഹമ്മദാണ്, അവസാനത്തെ നബി. അത് സ്ഥാപിക്കുകയാണ്. അഫ്ദലുൽ അംബിയ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് നബി തന്നെയാണ്, സംശയമില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര, മിഅ്റാജ് എന്ന യാത്ര അതിലേറെ അത്ഭുതകരമാണല്ലോ. മനുഷ്യൻ തർക്കിക്കാൻ ഇടമില്ലാത്ത വിധമാണ് ആ യാത്ര. മനുഷ്യനത് ആലോചിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ചർച്ച തന്നെ അവസാനിപ്പിച്ചത്. ഇസ്രായേലിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അത് ഫിസിക്കലാണോ നോൺ ഫിസിക്കലാണോ എന്നൊക്കെ ചർച്ച വന്നത്, ശാരീരികമാണോ ആത്മീയമാണോ എന്നൊക്കെ ചർച്ച വന്നത്. മറ്റേതിനെക്കുറിച്ച് എത്തിയപ്പോഴേക്ക് ഖുറൈശികൾ പോലും, അന്നത്തെ ഏറ്റവും കടുപ്പത്തിൽ നബിയെ ആക്രമിച്ചവരും എതിർത്തവരും ആദർശപരമായി നേരിടാൻ ശ്രമിച്ചവരുമൊക്കെ അവരുടെ ചർച്ച ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള വിഷയം അവർക്ക് അറിയില്ല. അവർ ചർച്ച നടത്തേണ്ട ഒരു കാര്യവും അതിലില്ല താനും. അവർക്കൊന്നും അറിയില്ല. കാരണം ആഖിറത്തിനെക്കുറിച്ചും ജന്നത്തിനെക്കുറിച്ചും നാറിനെക്കുറിച്ചും അവിടെയുള്ള സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ പറയാൻ ഇവർക്ക് സാധ്യമേ അല്ല. മറ്റേതുപോലെ കച്ചവടത്തിനൊക്കെ പോയപ്പോൾ കണ്ട സ്ഥലമാണ്, അത്രയേ ഉള്ളൂ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഫ്ദലുൽ അംബിയ, അതിനാരും തർക്കിക്കാൻ വരേണ്ടതില്ല എന്ന് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയാണ് ആ സംഭവത്തിലൂടെ ചെയ്തത്. അവിടെ നമുക്കുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ അഫ്ദലുൽ അംബിയ എൻ്റെ ഉമ്മത്താണെന്ന്. അപ്പം നമ്മളും ആരായിരിക്കണം? അഫ്ദലുൽ ഉമ്മത്തായിരിക്കണം. നമ്മളാരാ? നമ്മൾ ഉമ്മത്തു ഈസ അല്ല, നമ്മൾ ഉമ്മത്തു ഇബ്രാഹിം അല്ല, നമ്മൾ ഉമ്മത്ത് മൂസയല്ല. എന്ന് വെച്ചാൽ അവരൊന്നുമായിട്ട് നമുക്ക് ബന്ധമില്ല എന്നാരും മനസ്സിലാക്കരുത്. അവരൊക്കെ നാം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവർക്ക് അവരുടേതായ സവിശേഷതകളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നാം നേർക്ക് നേരെ ഉമ്മത്തു മുഹമ്മദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചൂണ്ടി ഉമ്മത്തി എന്ന് പറയുന്ന ഉമ്മത്താണ് നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ അംബിയ ആണെങ്കിൽ നമ്മൾ ആരാകണം? അഫ്ദലുൽ ഉമ്മത്താകണം. അതാണ് നമ്മളതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ഈ അമ്പിയാക്കന്മാർക്ക് ഇമാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തിൻ്റെ നേതൃത്വം ആർക്കായിരിക്കണം? ആണ് റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ കൃത്യമായ ഒരു ഇൻഡയറക്റ്റായിട്ട് അള്ളാഹ് നമ്മളങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഈ നേതൃത്വം ഏറ്റെടുക്കാൻ ലോകത്ത് ജൂതന് കഴിയില്ല, ക്രിസ്ത്യാനിക്ക് കഴിയില്ല, അത് മുസ്ലിമിനെ കഴിയും. മുസ്ലിമിനാണ് നേതൃത്വം, അവനാണ് നേതൃത്വം, അവനാണ് പ്രാർത്ഥിക്കുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നേതൃത്വം അവനാണ്, മാതൃക അവനാകണം. അഫ്ളലുൻ നബി മുഹമ്മദ് ആണെങ്കിൽ അഫ്ളലുൽ ഉമ്മത്ത് മുഹമ്മദാകണം. അതാണ് ഗൗരവമുള്ള, മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട പാഠം. അത് നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. 8ാമത്തെ വിഷയം, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഖണ്ഡിതമല്ല എന്നാണ് ഇത് സംഭവിച്ചത് എന്ന്. കൃത്യമായ ഒരു ചരിത്രപരമായ ഒരു രേഖ അതിന് പറയാനില്ല. എന്തുകൊണ്ട് ഇല്ല എന്ന് നാം മനസ്സിലാക്കി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്രാവും മിഅ്റാജും ആചരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ആഘോഷിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് റജബിലെ 27ാം രാവിലാണ് ഇത് സംഭവിച്ചത് എന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇത് ആചരിക്കുന്നവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആഘോഷിക്കുകയല്ല വേണ്ടത്, ദുഃഖിക്കുകയാണ് വേണ്ടത്. എന്താണ് അതിലുള്ള സന്തോഷം? യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ യാത്ര നടത്തിയ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ നമ്മൾ സന്തോഷിക്കേണ്ട അവസ്ഥയാണോ നമുക്ക്? അല്ലല്ലോ. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഞാൻ ആദ്യം പറഞ്ഞ റസൂലുള്ളാഹിയുടെ ഹദീസ് മാത്രമാണ് നമുക്ക് നൽകുന്ന സമാധാനം. അത് മാത്രമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു എന്നതുകൊണ്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം അത് പറയുന്നത്. അല്ലാതെ നമുക്കറിയാം സമകാലിക സംഭവങ്ങളൊന്നും തന്നെ ആ റസൂലുള്ള അത് പറഞ്ഞിട്ടില്ലെങ്കിൽ സമകാലിക സംഭവങ്ങളൊന്നും തന്നെ അത്ര ഉറക്കെ ആ സംഭവം പറയാൻ നമുക്ക് ധൈര്യം കിട്ടൂല. ആലോചിച്ചു, കിട്ടൂലല്ലോ. വികലാംഗനായി കിടക്കുന്ന മനുഷ്യനെ പോലും വെടിവെച്ച് കൊന്ന് അത് കണ്ട് തട്ടഹസിച്ച് ചിരിക്കുന്ന സാഡിസത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാൻ കഴിയില്ല, നമുക്ക് വിവരിക്കാൻ കഴിയില്ല, അത്രമാത്രം ഭീകരമാണ് ആ രംഗം. അപ്പോൾ ഇത് ആഘോഷിക്കുന്നവർ യഥാർത്ഥത്തിൽ ആഹ്ലാദിക്കുകയല്ല വേണ്ടത്, ഇപ്പോൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. കാരണം എവിടെയാണ് ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ്? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് വല്ല അവകാശവും അവിടെയുണ്ടോ? അധികാരവുമുണ്ടോ? സ്വാതന്ത്ര്യമുണ്ടോ? ഒരു നേരം അവിടെ ബാങ്ക് കൊടുക്കണമെങ്കിൽ ജൂതപ്പടയുടെ അനുവാദം കിട്ടണം. അവിടെ ഒരു വക്ത് നമസ്കാരം നിർവഹിക്കണമെങ്കിൽ ജൂതപ്പടയുടെ അനുവാദം കിട്ടണം. നമ്മൾ ആഘോഷിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഇത് മുൻനിർത്തി ആഘോഷിക്കുന്ന ആളുകൾ പോലും ആലോചിക്കേണ്ട സംഗതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബിയുടെ സഹാബത്തോ ഇങ്ങനെ ഒരു രാവിനെ ആഘോഷിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു രാവിനെ കണക്കാക്കിയിട്ടുണ്ടോ? നമുക്ക് കിട്ടേണ്ടത് അതാണ്. ഓരോ സന്ദർഭങ്ങളിലും ഇസ്ലാം ഇത്തരത്തിലുള്ള അസത്യവാദികളോട് പറഞ്ഞൊരു വാക്കാണ് നമുക്കും പറയാനുള്ളത്. ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറയുന്നതിൽ വല്ല നേരുമുണ്ടെങ്കിൽ നിങ്ങളുടെ രേഖ കൊണ്ടുവരൂ. ഇവിടെ ദുഃഖിക്കാനാണ് യഥാർത്ഥത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ അവസ്ഥയുള്ളത്. കരയുകയാണ് നമ്മൾ. ഈ റജബ് 27 ഇസ്രാ എങ്കിൽ അന്ന് എല്ലാവരും കൂടി ഇരുന്ന് കരയാവേണ്ടത്. കാരണം അത്ര ദുരന്തമുള്ള ചരിത്രമാണ്, സംഭവങ്ങളാണ് അവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ശരി. 9ാമതായി നാം മനസ്സിലാക്കേണ്ട പാഠം, മിഅ്റാജിലേക്ക് വന്നാൽ അത്ഭുതകരമായ ചില സംഗതികളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്മാരും തമ്മിലുള്ള മുലാഖാത്താണ്. എങ്ങനെയാണ് ആ മുലാഖാത്ത്? നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിവരിക്കുന്നതനുസരിച്ച് 1ാമത്തെ ആകാശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദമിനെ കാണുന്നു. 2ാമത്തെ ആകാശത്ത് ഈസയെയും യഹ്യയെയും കാണുന്നു. 3ാമത്തെ ആകാശത്ത് യൂസുഫിനെ കാണുന്നു. 4ാമത്തെ ആകാശത്ത് ഇദ്രീസിനെ കാണുന്നു. 5ാമത്തെ ആകാശത്ത് ഹാറൂനെ കാണുന്നു. 6ാമത്തെ ആകാശത്ത് മൂസയെ കാണുന്നു. 7ാമത്തെ ആകാശത്ത് ഇബ്രാഹീമിനെ കാണുന്നു അലൈഹിമുസ്സലാം. പ്രവാചകന്മാരാണ്. ഇത്രയും നബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് കണ്ടു. ഓരോ ആകാശത്ത് ചെല്ലുമ്പോഴും ഓരോ നബിമാർ. എന്താണ് ഈ സംഭവത്തിന് പിറകിലുള്ളത്?
എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത്? എന്തുകൊണ്ടാണ് അള്ളാഹു പ്രത്യേകമായ ചില നബിമാരെ മാത്രം തിരഞ്ഞെടുത്ത് മുഹമ്മദ് നബിയുമായി മുലാഖാത്ത് സംഭവിപ്പിച്ചത്? എന്താ അങ്ങനെ ഒരു മീറ്റിംഗ്? അതിൻ്റെ ഇടയ്ക്ക് കുറേ ആളുകളുണ്ടല്ലോ, അവരായിട്ടൊന്നും മീറ്റിംഗ് ഇല്ല. ഈ നബിമാരുമായി മാത്രമുള്ള ഒരു മീറ്റിംഗ് അത്ഭുതകരമാണ്. യഥാർത്ഥത്തിൽ ചരിത്രപരമായി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ആണ് നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ശക്തമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത്, ഈസയെയും യഹ്യയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതിൻ്റെ അർത്ഥം, കണ്ടുമുട്ടിയതിൻ്റെ അർത്ഥം, അത് ഫലമ്മാ ലാഖാഹുമാ മിൻ ഷിദ്ദത്തി അദാവത്തിൽ യഹൂദ് വഹാദാ അംറുൻ സയൽഖാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. ജൂതന്മാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട രണ്ട് നബിമാരായിരുന്നു ഈസയും യഹ്യയും. ഏറ്റവും കൂടുതൽ ജൂതന്മാർ ആക്രമിച്ചത് ഈസയെയും യഹ്യയെയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ വെച്ച് പഠിപ്പിക്കുകയായിരുന്നു, മുഹമ്മദെ, മദീനയിലേക്ക് നീ എത്തിയാൽ ഈസക്കും യഹ്യക്കും നേരിട്ടതിനേക്കാൾ ശക്തിയുള്ള ശത്രുത ജൂതന്മാരുടെ അടുത്ത് നിനക്കുണ്ടാകും. മുസ്ലിം സമൂഹം മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഖുർആൻ പച്ചയായി പറഞ്ഞ ഒരു സംഗതിയാണത്. ജൂതന്മാർ ഏത് കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരിക്കും. ശത്രുതയാണ് അവരുടെ രക്തത്തിൽ കലർന്നിട്ടുള്ളത്. അവരുടെ രക്തത്തിൽ കലർന്ന ഏറ്റവും വലിയ സംഗതി ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്, മുസ്ലിങ്ങളോടുള്ള ശത്രുതയാണ്. അത് ഈ തരത്തിലുള്ള ആളുകൾ പല സന്ദർഭങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. അവർ ശ്രമിക്കുക, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവർ കാണുന്നത് ഒരു കാനേശുമാരി ഇസ്ലാമിനെയല്ല. അതിനവർക്ക് പേടിയൊന്നുമില്ല. കാനേശുമാരി ഇസ്ലാമിന് അവർക്കൊരു ഭയവുമില്ല. അവർക്ക് ഭയം പ്രാക്ടീസിങ് ഇസ്ലാമിനെയാണ്. ഏത് കാലഘട്ടത്തിലും ജൂതന്മാർ ഭയപ്പെട്ടത് അതുകൊണ്ടാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഷിയായിസത്തെയും സൂഫിസത്തെയും വളർത്താൻ ജൂതായിസം പരിശ്രമിച്ചത്. ഒരു വലിയ കൂട്ടുകെട്ട് ലോകത്ത് ഉണ്ടായി വരുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഷിയായിസവും സൂഫിസവും ജൂതായിസവും നമ്മുടെ നാട്ടിലുള്ള പുതിയ ഇസവും ഫാസിസം, ഇതൊരു കൂട്ടുകെട്ടാണ്. ഇത് അജയ്യമായ ഒരു കൂട്ടുകെട്ടാണ്. അജയ്യം എന്നത് ഭാഷയിലാണ് ഞാൻ പ്രയോഗിച്ചത്. മുസ്ലിമീങ്ങളെ ജയിക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകെട്ട് എന്നല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് അൽ മൗതുലി അംരീക്ക എന്ന് വിളിച്ച ഷിയ, അമേരിക്കക്കാരന് നാശമെന്ന് ഒരൊറ്റ ഹജ്ജ് വേളയിലും ഇറാനികൾ പ്രകടനം നടത്താത്ത ഒരൊറ്റ ഹജ്ജും മക്കയിൽ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് ഹജ്ജുകൾക്ക് സാക്ഷിയായിട്ടുണ്ട്. ആ ഹജ്ജിലൊക്കെ ഇറാനികൾ വിളിച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം അൽ മൗതുലി അംരീക്ക എന്നായിരുന്നു. ഡൗൺ ഡൗൺ അമേരിക്ക, അമേരിക്ക നശിക്കട്ടെ എന്ന്. അൽ മൗതുലി ഇസ്രായേൽ എന്നായിരുന്നു, ഇസ്രായേൽ നശിക്കട്ടെ എന്ന്. അന്ന് നമുക്കൊക്കെ കൗതുകം തോന്നിയിട്ടുണ്ട്, താല്പര്യം തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പലരും ഈ ഷിയായിസത്തെയും ഷിയായിസം ഉണ്ടാക്കിയെടുത്ത വിപ്ലവ വീര്യത്തെയും ഒക്കെ വല്ലാതെ പുകഴ്ത്തിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കും തോന്നിയിട്ടുണ്ട് പുകഴ്ത്താനൊക്കെ. കാരണം അമേരിക്കയ്ക്കും ജൂതന്മാർക്കുമെതിരെ പച്ചയായി ഹറമിൻ്റെ മുറ്റത്ത് വെച്ച് പോലും മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്താൻ കെൽപ്പുള്ള ഒരു സമൂഹം നമ്മൾ മനസ്സിലാക്കിയ ഈ പ്രകടനമൊക്കെയാണ് ഏറ്റവും വലിയ സംഗതി എന്നാണല്ലോ. പക്ഷെ അന്നും നമ്മൾ ചിന്തിച്ചില്ല, എന്തുകൊണ്ടാണ് ഇറാനിൽ നിന്ന് ഒരു മിസൈൽ പോലും ഇസ്രായേലിൽ പോയി വീഴാത്തത്. നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ഇറാനിയത, അമേരിക്കക്ക് നാശമെന്ന് മുദ്രാവാക്യം വിളിച്ച ഇറാനിയത അമേരിക്കക്കാരുടെ തോളിൽ കയ്യിട്ട് നടക്കണ്. ആലോചിച്ച് നോക്കൂ, എവിടെ പോയി ഇറാനിലെ ആണവ ശക്തിയും ഊർജവുമൊക്കെ? എന്തിൻ്റെ പേരിലായിരുന്നു പ്രശ്നമുണ്ടാക്കിയിരുന്നത്? ഇപ്പം ചർച്ചയില്ലല്ലോ. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഗൗരവമുള്ള ഒരു വിഷയം, നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു വിഷയം. ഏത് കാലഘട്ടത്തിലും ജൂതായിസം യഥാർത്ഥ ഇസ്ലാമിനെ കടുപ്പമുള്ള ശത്രുവായി കാണും. ആ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആരൊക്കെ കൂട്ടാൻ പറ്റുമോ അതൊക്കെ കൂട്ടും. അതിന് ഷിയായിസം വളരെ നല്ല ഒരു സംഭവമാണ്. അത് അവർ പ്രാക്ടീസ് ചെയ്തു സിറിയയിൽ.
യമനിൽ, ഞാൻ വിശദീകരിക്കേണ്ടല്ല, നിങ്ങൾക്കറിയാം 2 പ്രദേശത്തും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലോകത്ത് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ വിപ്ലവം വന്നല്ലോ. ആ വിപ്ലവം വന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ മാനസികമായി നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കും അതിനോട് ഇമ്പം തോന്നി, ഇഷ്ടം തോന്നി, നല്ലതാണ് എന്നാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത്. ഇസ്ലാമിസ്റ്റുകളെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന വിഭാഗം ആളുകൾ ലോകത്താകമാനം അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ഞങ്ങളാണ് ആ വിപ്ലവത്തിൻ്റെ ആളുകളെന്ന് പറയാൻ അവരാവേശം കാട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ? വല്ലാതെ നമ്മുടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ യഥാർത്ഥ മുസ്ലിം പണ്ഡിതന്മാർ വല്ലാതെ വിറച്ചുപോയ ഒരു രംഗമായിരുന്നു അത്. സൗദി അറേബ്യയിലെ അടിസ്ഥാനപരമായി ഇസ്ലാമിനെക്കുറിച്ച് വിജ്ഞാനമുള്ള ചുരുക്കം ചില പണ്ഡിതന്മാരൊഴികെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, എല്ലാ പണ്ഡിതന്മാരും മുല്ലപ്പൂ വിപ്ലവത്തെ അനുകൂലിച്ച് ലേഖനം എഴുതി, പ്രസംഗിച്ചു, ഖുതുബ നടത്തി. ആലോചിച്ച് നോക്കൂ. പക്ഷേ എന്താ സംഭവിച്ചത്? ആരായിരുന്നു ഇതിൻ്റെ പിന്നിൽ? ഓരോ മുസ്ലിം രാജ്യങ്ങളും അസ്ഥിരമായി നശിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ കാഴ്ച നാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വസിച്ചത് ഇതിന് പിന്നിൽ കളിച്ചത് ഇസ്ലാം അല്ല എന്ന്. ആ വികാരമുണ്ടാക്കിയത് ഇസ്ലാം അല്ല. നമുക്കറിയാലോ, ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റ് ആണല്ലോ മുല്ലപ്പൂ വിപ്ലവത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയം. ആരായിരുന്നു ആ പോസ്റ്റിൻ്റെ പിന്നിൽ? അൾജീരിയക്കാരനായ ആ മനുഷ്യന് ആരാണ് ആ പോസ്റ്റ് ഇടാൻ വികാരം നൽകിയത്? മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ സംഭവിച്ചത്? രസകരമായിരുന്നു. ഒരു കഥ എഴുതി, പിന്നീടൊരു തിരക്കഥ എഴുതി, പിന്നീട് അതിന് അഭിനേതാക്കളെ കണ്ടെത്തി ഒരു സിനിമ ഉണ്ടാക്കുന്ന രീതിയിലാണ് ജൂതന്മാരതുണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കിയോ അതിൻ്റെ രീതി എന്ന് എനിക്കറിയില്ല. ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം, അന്ന് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഹുസ്നി മുബാറക്, അയാളൊരു ഇസ്ലാമിസ്റ്റ് അല്ല. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചറിയാം ആരാണ് അദ്ദേഹം എന്ന്. ഇസ്ലാമിന് വലിയ സംഭാവനകളൊന്നും നൽകിയ ആളല്ല ഹുസ്നി മുബാറക്. നമ്മുടെ ഒരാളെക്കുറിച്ച് പറയുകയല്ല, ഞാൻ ആ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അൽ അസ്ഹർ അടക്കമുള്ള ലോകത്തെ ഇസ്ലാമിൻ്റെ ഇന്ന് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഉത്ഭവ കേന്ദ്രമെന്നറിയപ്പെടുന്ന സ്ഥാപനങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ മതേതരത്വത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു ഹുസ്നി മുബാറക്. ആ ഹുസ്നി മുബാറക്കിനെതിരെ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഇസ്ലാമിസ്റ്റുകളെ സഹായിച്ചത് ആരായിരുന്നു? അന്നും നമ്മൾ ചിന്തിച്ചില്ല എന്തുകൊണ്ടാണ് അമേരിക്കക്കാരൻ ഇസ്ലാമിക് ബ്രദർഹുഡിനെ സഹായിച്ചത് എന്ന്. നമ്മൾ ആലോചിച്ചില്ല. നമ്മളൊക്കെ വൈകുകയാണ് ആലോചിക്കാൻ. ഓരോ സംഗതികളും അങ്ങനെയാണല്ലോ. നമ്മൾ ആലോചിച്ചില്ല. ആദ്യം ഞാൻ പറഞ്ഞത് ആലോചിക്കാത്തതുപോലെ അമേരിക്കക്ക് നാശമെന്ന് മുദ്രാവാക്യം വിളിച്ച ഇറാനി അമേരിക്കക്കാരൻ്റെ തോളിൽ കൈയിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പുമായി നടക്കുന്നത് കണ്ടപ്പോൾ മാത്രമാണ് നമ്മളൊന്നിങ്ങനെ എന്നാലോചിച്ചത്. ചില കാർട്ടൂണുകൾ മാത്രമാണ് മുസ്ലിം ലോകത്ത് ആ വിഷയത്തിലുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹുസ്നി മുബാറക്ക് ഒരു ഇസ്ലാമിസ്റ്റ് അല്ല, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ല, ഇസ്ലാമിക ശരീഅത്ത് ഈജിപ്തിൽ കൊണ്ടുവന്ന ആളല്ല. ഈജിപ്തിൻ്റെ ഇസ്ലാമിക സ്വഭാവം നഷ്ടപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചവനാണ് ഹുസ്നി മുബാറക്. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ ആ രീതിയിലൊന്നുമല്ല, ഒരു നല്ല ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യനെതിരിൽ, അമേരിക്കക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കയെ അനുകൂലിക്കുന്ന ഹുസ്നി മുബാറക്കിനെതിരിൽ ഇസ്ലാമിക് ബ്രദർഹുഡിനെ സഹായിച്ചത് ജൂതന്മാരും അമേരിക്കയുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഥ എഴുതി, തിരക്കഥ എഴുതി, അഭിനയിക്കാൻ ആളെ കൊണ്ടൊന്ന് സിനിമ ഉണ്ടാക്കി. എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഒരു ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഇവനെ അധികാരത്തിൽ കൊണ്ടുവന്നു. എൻ്റെ പേരെന്തായിരുന്നു? മുർസി അധികാരത്തിൽ കൊണ്ടുവന്നു. പിന്നെ നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക അല്ലേ? വലിയ പ്രസ്താവനകളൊക്കെ വന്ന് നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൈയടിച്ചു.
നമ്മളന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എങ്ങനെയാണ് മുർസി? അയാൾ പറഞ്ഞു, ഞാൻ ഈജിപ്തിനെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കും, ഇസ്ലാമിക ശരീഅത്ത് സമ്പൂർണ്ണമായി ഈജിപ്തിൽ കൊണ്ടുവരും. ഈജിപ്ത് ഒരു സമ്പൂർണ്ണ മുസ്ലിം രാജ്യമൊന്നുമല്ല, നമുക്കറിയാം. അത് ഒരുപാട് മതസ്ഥരുണ്ട് അവിടെ. അത്ഭുതപ്പെട്ട് നാം നോക്കി നിൽക്കുന്ന സമയത്താണ് മുർസിക്കെതിരെ പടയുണ്ടാക്കുന്നത്. നോക്കൂ നിങ്ങൾ, മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ മുമ്പിൽ നിന്ന ചിലർ തന്നെ ചേരി മാറുന്ന ദുരന്തമുള്ള കാഴ്ച നാം കണ്ടു. ഇന്ന് അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഓരോ രാജ്യവും അങ്ങനെയാണ്. അസ്ഥിരത എല്ലാ രാജ്യത്തും കൊണ്ടുവന്നു. മുസ്ലിങ്ങൾക്ക് ഒരു സ്ഥൈര്യവും ധൈര്യവും നൽകുമെന്ന് തോന്നുന്ന മുഴുവൻ ഭരണാധികാരികളെയും, പേര് ഞാൻ പറയണ്ടല്ലോ, നമുക്ക് അറിയാലോ, അത്ര സുഖമല്ല ഈ പേരുകളും ചരിത്രവും ഇത്ര പരത്തി ഈ രാജ്യത്ത് വെച്ച് നമ്മൾ പറയുന്നത്. ഓരോ ഭരണാധികാരികളെയും വകവരുത്തി. ഇതിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം കാര്യങ്ങൾ. ഇസ്രാവും മെഅറാജും ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്യയെയും ഈസയെയും കണ്ടു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. എന്തിനാണത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് ദുൽമ് ഏൽക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. സ്വന്തം സഹോദരൻ, രക്തബന്ധമുള്ള സഹോദരന്മാർ മുഹമ്മദ് നബിയെ പഠിപ്പിക്കുകയായിരുന്നു, മുഹമ്മദെ, യൂസുഫ് ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. സ്വന്തം ആളുകൾ നിന്നെ നശിപ്പിക്കും. മക്കക്കാർ മുഹമ്മദ് നബിയെ ആട്ടിയോടിച്ചു. ധൈര്യം പകരുകയാണ്. യൂസുഫിനെ സ്വന്തം സഹോദരന്മാർ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദെ, നിന്നെയും സ്വന്തം ആളുകൾ നശിപ്പിക്കും. അവിടെ നീ സബർ കാണിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂസുഫിനെ കൊല്ലാനല്ലേ അവർ കൊണ്ടുപോയത്? അതേപോലെ മുഹമ്മദ് നബിയെ കൊല്ലാനല്ലേ മക്കക്കാർ ശ്രമിച്ചത്? സമാനമാണ് വിഷയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാറൂൻ നബിയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബിയെ കണ്ടു. ഞാൻ പരത്തി പറയുന്നില്ല വിഷയം. ഹാറൂൻ്റെയും മൂസയുടെയും വിഷയം നമുക്കറിയാം. ലോകത്തൊരു പക്ഷേ സ്വന്തം സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്ന രണ്ട് മഹൽ വ്യക്തിത്വങ്ങളാണ് മൂസയും ഹാറൂനും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, യർഹമുല്ലാഹു അഖീ മൂസ ഖദ് ഊദിയ അക്സർ മിന്നി ഫസബർ. എൻ്റെ സഹോദരൻ മൂസ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. വിശ്വാസം അങ്ങനെ പറയാണ്. മൂസയെക്കുറിച്ച് ഖുർആൻ ഇങ്ങനെ ഇറങ്ങിയപ്പോഴേ ഇത് കാല മൂസ ലി ഖൗമിഹി ഇങ്ങനെ വന്നു. വല്ലാത്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ സഹോദരൻ മൂസ. എന്നേക്കാൾ സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹം സബർ കാണിച്ചു. ആ സബറായിരുന്നു. സ്വന്തം സമൂഹത്തിൽ നിന്ന്, സ്വസമൂഹത്തിൽ നിന്ന് അൽ അമീൻ എന്ന് വിശ്വസിച്ച, നമുക്കറിയാം മൂസ അലൈഹിസ്സലാം ആ സമൂഹത്തിലെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. സ്വന്തം സമൂഹത്തിൽ നിന്ന്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാഠം പഠിപ്പിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബൈത്തുൽ മഅമൂറിന് അടുത്ത് വെച്ച് നടന്ന ചർച്ചയുമൊക്കെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബിയും തമ്മിലുള്ള ആദർശബന്ധത്തിൻ്റെ അടിസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി ആരംഭിച്ചതാണ് ഹജ്ജ്. ആ ഹജ്ജ് മുഹമ്മദ് നബി താങ്കൾക്കുമുള്ളതാണ് തുടങ്ങി ഒരു വലിയ നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചാൽ അവസാനിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലമുള്ള ഒരു ആകാശാരോഹണമല്ല സംഭവിച്ചത്. ദീർഘമായ ചർച്ചകളായിരുന്നു, സംഭാഷണങ്ങളായിരുന്നു, സംസാരങ്ങളായിരുന്നു, എക്സ്പീരിയൻസുകൾ തമ്മിൽ കണ്ടുമുട്ടുകയായിരുന്നു, കോഴ്സുകളായിരുന്നു. അത് നമ്മൾ ചിലപ്പോൾ എന്താ ഇത്ര കോഴ്സിൻ്റെ പീരീഡ് എത്രയെന്നൊക്കെ ചോദിച്ചാൽ സെക്കൻഡുകളായിരിക്കും, അത് മതി. മിനിറ്റുകളായിരിക്കും, അത് മതി. ആ മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കുമൊക്കെ നമ്മൾ 3 or 4 സെമസ്റ്ററോ അല്ലെങ്കിൽ വർഷമോ മാസമോ ഒക്കെ നടത്തുന്ന കോഴ്സുകളെക്കാൾ ശക്തി ഉണ്ടായിരുന്നു. അതാണ് മെഹറാജ്. മെഹറാജ് ഒരു സാധാരണ സംഭവമാണ് എന്ന് നാം വിചാരിക്കരുത്. ഇത് വലിയ സംഭവമാണ്. ഞാൻ ഒരുപാട് സംഗതികളാണ് പറഞ്ഞാൽ തീരാത്തതാണ് ഇത്. ഒരുപാട് കാര്യങ്ങൾ ഇസ്രാവും മെഹറാജുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാൽ തീരുള്ളൂ. 10ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ച ഒരു വലിയ സംഗതി, ഹിദായത്ത് എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയാണ്
ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം നബി ഇവർ വളഞ്ഞു. നമുക്കറിയാലോ എൻ്റെ ആ ചരിത്രമല്ല ഞാൻ പറയുന്നത്. ഹെജറിൽ വെച്ചാണ് നബിയ വളഞ്ഞത്. ഹെജർ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ എവിടെയെന്നുള്ളത്. ഹെജറിൽ വെച്ച് നബിയ വളഞ്ഞു. എന്നിട്ട് ശരങ്ങളായിരുന്നു. ഒരു ചോദ്യമല്ല, അനേകം ചോദ്യങ്ങൾ. ഒരാൾ കഴിഞ്ഞാൽ ഉടനെ മറ്റേ ആൾ. എത്ര ആളുകളാണ് ചോദിച്ചതെന്നറിയില്ല. നിരന്തരമായ ചോദ്യങ്ങൾ. ചോദ്യം മുഴുവൻ ഫലസ്തീനുമായി ബന്ധപ്പെട്ടതാണ്, ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ കൂട്ടത്തിൽ ഫലസ്തീനിലേക്ക് യാത്ര പോയവരുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് കണ്ടവരുണ്ട്, യാത്രാ മധ്യേയുള്ള സംഭവങ്ങളും സ്ഥലങ്ങളുമൊക്കെ അറിയുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറയുകയാണ്, ഞാൻ ഹിജ്റിലിരിക്കുകയാണ്, അവരെന്നെ വളഞ്ഞിട്ടുണ്ട്. വ ഖുറൈശുൻ തസ്അലുനി അൻ മസ്റായി. ഖുറൈശുകൾ എൻ്റെ ആ യാത്രയെക്കുറിച്ചാണ് അവരുടെ ചോദ്യം മുഴുവൻ. ഓരോ ചോദ്യങ്ങളും ഫസഅലത്നി അൻ അഷ്യാഅ മിൻ ബൈത്തുൽ മുഖദ്ദസ് ലം അസ്ബിത്ഹാ. അവർ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച്. ഞാൻ ബൈത്തുൽ മുഖദ്ദസ് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. നബി ആ കാഴ്ചയാണ്, നിങ്ങൾ ആലോചിക്കണം. അത് ഒരു സംഗതി ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുമോ? നബി തന്നെ പറയാം, ലം ഉസ്ബിത്ഹാ, എൻ്റെ മനസ്സിലത് ഇരുന്നിട്ടില്ല. എനിക്ക് നിങ്ങളിപ്പോൾ ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുണ്ട്, അതിൻ്റെ 4ാമത്തെ ചുമരിൽ എന്താണ് എഴുതിയത്, അതിൻ്റെ പിന്നിൽ എന്താണുള്ളത്, അതിൻ്റെ കളർ എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അത് പറയാനുള്ള അത്രമാത്രം ഒരു തസ്ബീത്ത് എനിക്ക് ആ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. റസൂലുള്ള പറയാണ്, ഫകുരിബ്തു ഖുർബതൻ മാ കുരിബ്തു മിസ്ലഹു ഖത്ത്. റസൂലുള്ളാഹിന്റെ പദമാണ്. ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു, അതുപോലെയുള്ള ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി അവർ വളഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താ സംഭവിക്കണത്? ഫറഫഅഹു അല്ലാഹു ലീ അൻളുറു ഇലൈഹി മാ യസ്അലൂനി. അവർ ചോദിക്കണ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും അള്ളാഹു എനിക്ക് ആ സ്പോട്ട് ഇങ്ങനെയാണ് കാണിച്ചത്. ഇത് നമുക്ക് എളുപ്പമായിരിക്കും. എങ്ങനെയാണ് അള്ളാഹ് കാണിച്ചു കൊടുത്തത്? ആ യാത്ര പോലെ തന്നെ നമ്മൾ കരുതിക്കൂടി. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്പോട്ട് അള്ളാഹു ആ സമയത്ത് ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ ചോദിക്കണ ആ സ്പോട്ട് നബിൻ്റെ മുമ്പിൽ. അപ്പം നബിയുടെ ആൻസർ പറയാം നോക്കിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഓരോന്നും എന്തുപോലെ ചോദിച്ചാലും എല്ലാ അമ്പഅ്തുഹും ബിഹി. ഇവിടെയാണ് വിഷയം. എന്ത് ചോദിച്ചതിനും ഒരൊറ്റ ഒന്നിനില്ലാതെ റസൂലുള്ളാഹ് ശരിക്കും മറുപടി പറഞ്ഞു. അവരത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. റസൂലുള്ളാഹ് വിചാരിച്ചത് ഈ ഒരു ചർച്ച കഴിയുമ്പോഴേക്ക്, ഈ ഒരു സംഭാഷണം കഴിയുമ്പോഴേക്ക് എല്ലാവരും മുസ്ലിമാവുന്ന. കാരണം എന്താ, അത്ര പക്കയല്ലേ സംഗതി. ഒരു മനുഷ്യന് ഒരിക്കൽ പോയാൽ പറയാൻ കഴിയില്ല. ഇത് ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയാൽ ഇത് പറയാൻ കഴിയില്ല. അതും ഇങ്ങനെയുള്ള ഒരു യാത്രയിൽ, പൊടുന്നനെയുള്ള ഒരു യാത്രയിൽ പറയാൻ കഴിയില്ല. എന്നിട്ട് റസൂലുള്ള പക്കയായി ഇങ്ങനെ പറയാണ്. റസൂലുള്ള വിചാരിക്കുകയാണ് ഇവരൊക്കെ ഇപ്പം മുസ്ലിമാകും. വമഅ ദാലിക കദ്ദബൂഹു വസഫഹു കലാമഹു. ഇതൊക്കെ സംഭവിച്ചിട്ടും അവർ നബി എന്താക്കി? കളവാക്കി. ഒരു കാര്യം റസൂലുള്ള അവർ അടിവരയിട്ട് സമൂഹത്തെ പഠിപ്പിച്ചു. അറിഞ്ഞുകൊള്ളുക, ഹിദായത്തും യുക്തിയും തമ്മിലൊരു ബന്ധമില്ല. ഹിദായത്തും രേഖയും തമ്മിലൊരു ബന്ധവുമില്ല. ഹിദായത്തും സംവാദവും തമ്മിലൊരു ബന്ധവുമില്ല. ഹിദായത്തും ബുദ്ധിയും തമ്മിലൊരു ബന്ധവുമില്ല. ഹിദായത്ത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അല്ലെങ്കിൽ സംഭവിക്കില്ലായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. വല്ലാത്ത പാഠമാണ് യഥാർത്ഥത്തിൽ, അവസാനിക്കാത്ത പാഠമാണ് ഈ വിഷയത്തിലുള്ളത്. നാം അത് മനസ്സിലാക്കണം ഓരോന്നും. അതിൽ രസകരമായ ചില സംഗതികളും കൂടി ഉണ്ട്. നിർത്തേണ്ട സമയം ഒറ്റ സംഗതി കൂടി പറയാം, അത് വളരെ രസകരമാണ്. ഈ മെഹ്റാജിൽ നബി യാത്ര ചെയ്യുന്നത് ജിബ്രീലിൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ ഓരോ ആകാശത്തും ചെല്ലും. ജിബ്രീൽ ഇങ്ങനെ ആകാശം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും. ആകാശം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഓരോ ആകാശത്തിനും കാവൽക്കാരുണ്ട്. അവർ ചോദിക്കും മൻ എന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു തന്നാണ്. അപ്പോൾ ജിബ്രീൽ പറയുന്നത് ജിബ്രീൽ എന്നാണ്. നമ്മളിങ്ങനെ വാതിലിന് മുട്ടി നിൽക്കുക. നമ്മളിങ്ങനെ വാതിലിൽ ചെന്ന് വാതിലിന് മുട്ടി. നമ്മളെ ഭാര്യ അകത്തുണ്ട്. ആരാന്ന് ചോദിച്ചു. നമ്മളെന്താ പറയുക? ഞാൻ എന്നാ പറയാം, അല്ലേ? ഞാൻ എന്നാ പറയാം. അതാണ് അതിൻ്റെ രീതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ മനസ്സിലാക്കുകയാണ്. ഞാനൊരു നിസ്സാരം എന്ന് ചിലപ്പോൾ തോന്നുന്ന ഒരു സംഗതിയാണ്. ജിബ്രീൽ എന്നാ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെച്ചിട്ട് പറഞ്ഞു, ഒരു മുസ്തഇദിൻ, സമ്മതം ചോദിക്കുന്ന ആൾ, അയാളോട് മൻ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മ നഫ്സഹു ബിമാ യുറഫു ബിഹി, ആ ചോദിക്കുന്ന ആൾക്ക് അറിയാവുന്ന ഒരു പേരാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ജിബ്രീൽ. അവിടുന്ന് ആരാ ചോദിക്കണത്? മലക്കുകളാണ്. ജിബ്രീൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മൻ വാതിലിന് മുട്ടിയപ്പോൾ മൻ എന്ന് ചോദിച്ചപ്പോൾ അന എന്ന് പറഞ്ഞല്ലോ. നബി പറഞ്ഞു, മൻ, ആരായി? അന അങ്ങനെ ഒരാളില്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞ ഒരാളില്ല, നമ്മളൊക്കെ ഞാനുകളാണ്. ഞാനൊരു സംഗതി എത്ര എന്ന് വെച്ചാൽ അത്ര നിസ്സാരമായ വിഷയങ്ങൾ പോലും ഇസ്രാ മിഅ്റാജ് സംഭവത്തിലുണ്ട്. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് സംഗതികളാണ് ആ വിഷയത്തിലുള്ളത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ജുനൂദ് ഒരു വലിയ പാഠമായിരുന്നു. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ. അള്ളാഹുവിൻ്റെ ജുനൂദ് എന്ന് പറഞ്ഞാൽ പട്ടാളം തന്നെ. അള്ളാഹുവിൻ്റെ പട്ടാളം. എന്തൊക്കെയാണ് അള്ളാഹിൻ്റെ പട്ടാളം? ആരാണ് അള്ളാഹുവിൻ്റെ സൈന്യം? ആരാണ് അള്ളാഹുവിൻ്റെ സഹായികൾ? അതാണ് ഇസ്രാവും മിഅ്റാജും പഠിപ്പിച്ചത്. എന്താണ് ഇസ്രാവും മിഅ്റാജും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇസ്രാവും മിഅ്റാജും? എന്താണ് ആ മഹാസംഭവം? അതിൽ ഓരോ സംഗതികളും റസൂലുള്ളാഹിനെ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക് ഇല്ലാഹു. മുഹമ്മദേ, നിന്റെ റബ്ബിൻ്റെ പട്ടാളം ആരാണെന്ന് റബ്ബിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അപ്പം നീ പേടിക്കരുത് മുഹമ്മദേ. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ മനസ്സിലത് വരണം. നമ്മൾ പേടിക്കാൻ പാടില്ല, നമ്മൾ ബേജാറാകാൻ പാടില്ല. നമുക്ക് ധൈര്യമുണ്ടാകണം, സ്ഥൈര്യമുണ്ടാകണം. കാരണം അള്ളാഹുവാണ് നമ്മൾ. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ. പിന്നെന്തിനാ പേടിക്കണേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവർക്ക് അള്ളാഹു പ്രതിരോധം സൃഷ്ടിക്കും. അതെങ്ങനെ? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. എങ്ങനെയാണ് അള്ളാഹുവിനെ ഇതിന്ന് രക്ഷപ്പെടുത്തുക? ചോദിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ജുനൂദ് ആരാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമ്മളിവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ സൈന്യം ഇറങ്ങും അല്ലേ? അള്ളാഹിൻ്റെ സൈന്യം എങ്ങനെ ഇറങ്ങുക, ഏത് രൂപത്തിൽ അറിയാൻ കഴിയില്ല. അപ്പം നമ്മളൊരു കാരണവശാലും ഇസ്രാ മിഅ്റാജും നമ്മൾക്ക് ഒരു തസ്ബീത്തുൻ നഫ്സ് നൽകണം, നമ്മുടെ ആത്മാവിന് ഫലം നൽകണം. നമ്മളൊരു കാരണവശാലും നിർവീര്യമാകരുത്, ദുർബലമാകരുത്. മുസ്ലിം സമൂഹം ദുർബലമാകേണ്ടവരല്ല. ഒരു രംഗത്തും നമ്മൾ ദുർബലമാകാൻ പാടില്ല. നമ്മളായിരിക്കണം മുമ്പിൽ, നമ്മളായിരിക്കണം ഒന്നാമർ. അത് തന്നെയാണ് ഇസ്രാഉം മിഅ്റാജും നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളത് ആവർത്തിച്ച് ഇസ്രാഇനെക്കുറിച്ചും മിഅ്റാജിനെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കണം. പുതുമയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, അകത്തുണ്ട്. മാന്തിയെടുത്ത് അത് സ്വന്തം ജീവിതത്തിൽ അതിൻ്റെ അനുഭവ പാഠങ്ങളാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴേ നമ്മുടെ വിശ്വാസത്തിന് ശക്തി ഉണ്ടാവും. അള്ളാഹു അത്തരത്തിലുള്ള ഈമാനിൻ്റെ ശക്തിയുള്ള ഈമാനിൻ്റെ ഉടമകളാക്കി നമ്മളെയൊക്കെ മാറ്റി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ റസൂലിഹിൻ നബിയിൽ കരീം وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.